friends, welcome back to the Flavour feast. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ പാട്ടിയാള റെസിപ്പി ആയിട്ടാണ്. ഇത് ഭയങ്കര ഒതന്റിക് ആയ രീതിയൊന്നുമല്ല, എന്നാലും സിമ്പിൾ ആയിട്ട് നമുക്ക് ചിക്കൻ പാട്ടിയാള എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ട ചിക്കൻ കുറച്ച് മസാലകൾ ചേർത്ത് മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ ഏകദേശം ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അതൊന്ന് ചൂടായി വന്നാല് അതിലേക്ക് ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇവയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് പൊട്ടി വന്നാല് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായി സോട്ട് ചെയ്യുക. അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാല് അതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റുക. സവാള ഒന്ന് നന്നായി വഴന്നു വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയും കൂടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റുക. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർക്കുക. ഇതിന്റെ ഒക്കെ പച്ചമണം മാറി വന്നാൽ 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. തക്കാളി ഒന്ന് നന്നായി കുക്കായി വന്നാൽ അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഒന്ന് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് ഹൈ ഫ്ലെയിമിൽ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ചിക്കൻ ഒന്ന് നന്നായി വേവിച്ചെടുക്കുക. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് മറ്റൊരു പാനിൽ നെയ്യ് ചൂടാക്കി 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചീര ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. സാധാരണ പാട്ടിയാള റെസിപ്പിയിൽ ഉലുവയാണ് യൂസ് ചെയ്യാറ്, മേത്തി ലീവ്സ്. പക്ഷേ മേത്തിയിലെ കുറച്ചൊരു കയ്പ്പുമാണ്, പിന്നെ എൻ്റെ കയ്യിൽ മേത്തിയില ഇല്ല. അപ്പം നമുക്ക് എപ്പോഴും ടേസ്റ്റ് ഇഷ്ടപ്പെടുക ചീരേൻ്റെയാണ്. ചിക്കൻ ഒരു 1/4 വേവായി കഴിഞ്ഞാൽ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ സോട്ട് ചെയ്ത് വെച്ച ചീരയില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ കസൂരിമേത്തി, 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ അധികം പിന്നെ ബോയിൽ ചെയ്യാൻ പാടില്ല. ചെറിയൊരു പീസ് ക്യാപ്സിക്കവും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മാറ്റിവെക്കുക. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയായ ചിക്കൻ പാട്ടിയാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. യൂഷ്വലി ഇത് സെർവ് ചെയ്യുക മേലെ ഒരു ഓംലെറ്റ് വെച്ചിട്ടാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും നാൻ്റെ കൂടെയും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കാണാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.